ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ഷൈൻ ജനറൽ സർവീസായിട്ട് കയറിയതാണ്. ഹോണ്ട ഷൈൻ BS6 മോഡൽ വണ്ടിയാണ്. ജനറൽ സർവീസ്, ഓയിൽ ചേഞ്ച്, മെയിനായിട്ട് അതാണ് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ അയച്ച് ചെക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം നമുക്ക് ഈ ഒരു സർവീസും കൂടി ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം. നെക്സ്റ്റ് സർവീസിൽ മിക്കവാറും നമുക്കത് മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. ഹബിനൊന്നും വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. ടയറിൻ്റെ കണ്ടീഷനും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. പിന്നെ നമുക്കതിൻ്റെ ചെയിൻ ചെറിയൊരു ലൂസ് ഉണ്ട്, അതൊക്കെ നമുക്കൊന്ന് ടൈറ്റ് ചെയ്തെടുക്കാനുണ്ട്. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്ന ടൈമായിട്ടുണ്ട്. അപ്പോൾ ഓയിൽ കൂട്ടത്തിൽ നമ്മൾ മാറ്റി വിടുന്നുണ്ട് കേട്ടോ. ഓയിൽ മാറ്റുമ്പോൾ നമുക്ക് ആ ഓയിലിൻ്റെ ഫിൽറ്ററും കൂടി നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓയിൽ ഫിൽറ്ററും ഓയിലും കൂടിയാണ് നമുക്ക് മാറ്റേണ്ടി വരാം. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. എയർ ഫിൽറ്ററൊക്കെ കമ്പനി ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററിനെ കിടക്കണേ. ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ, കുഴപ്പമൊന്നുമില്ല. ബാറ്ററി നമുക്ക് ഇതിന് ഇരിക്കുന്ന ബാറ്ററി 2023 മോഡൽ ബാറ്ററിയാണ്, 6 ആംപിയറിൻ്റെ ബാറ്ററി ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 12.68 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോണ്ടല്ലോ ഇവിടെ കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്, പോയതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ഇതിനകത്ത് നിന്ന് പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കൊരു 10 വോൾട്ട്, നമ്മൾ ലോഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 10 വോൾട്ടിൻ്റെ താഴേക്ക് വന്നാലാണ് ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ട് കൂട്ടാൻ പറ്റുള്ളൂ. ഇതൊരു 11-11.5 കാണിച്ചാൽ കഴിഞ്ഞാലും ഈ കഴിഞ്ഞ സ്റ്റേജിലാണെങ്കിൽ പോലും മീറ്റർ ഡിറ്റക്ട് ചെയ്യുന്ന കംപ്ലൈൻ്റ് ആയിട്ട് കാണിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കാം. 2023 എന്ന് പറയുമ്പോൾ നമുക്ക് വാറണ്ടി പീരീഡ് ഉള്ളതായിരിക്കാം ഒരു പക്ഷേ. അതായത് 2023 ഇപ്പോൾ ജൂലൈക്കൊക്കെ ശേഷമുള്ളതാണെങ്കിൽ വാറണ്ടി പീരീഡിലായിരിക്കും ഒരു പക്ഷേ കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളാം. ജൂണിന് മുമ്പുള്ളതാണെങ്കിൽ കേട്ടോ. എന്തായാലും 24 മാസമാണ് എൻ്റെ വാറണ്ടി പീരീഡ്. അപ്പോൾ 24 മാസം തികഞ്ഞിട്ടില്ല, അതിന് മുമ്പ് കംപ്ലയിൻറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വാറണ്ടിക്ക് കൊടുത്ത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കാം. കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് ഇൻഫോം ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്, ഓയിലിൻ്റെ ഫിൽറ്റർ മാറുന്നുണ്ട്. അതേപോലെ സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. പ്ലഗും എയർ ഫിൽറ്ററും കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടത്. അത് നമുക്ക് നോക്കിയിട്ട് കുറേ കൂടി ഓടിയിട്ട് മാറ്റിയാൽ മതി. പിന്നെ നമ്മൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗത്ത് നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് പാഡ് സെറ്റ് നമുക്ക് ഡിസ്ക് ബ്രേക്ക് ഉള്ളത് തന്നെ. നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് പാഡ് ഫുൾ സെറ്റ് തീർന്നേക്കാണ്, ഫുള്ള് തേഞ്ഞ് തീർന്നേക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് ബ്രേക്ക് പാഡ് മാറ്റേണ്ടതായിട്ടുണ്ട്. ബ്രേക്ക് പാഡ് സെറ്റ് നോക്കുമ്പോൾ അതിൻ്റെ റേറ്റ് ഉണ്ട് 1149 രൂപയാണ് ബ്രേക്ക് പാഡിന് മാത്രം തന്നെ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പാഡ് സെറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇത്രയും തിക്നെസ്സിലാണ് നമുക്ക് അതിൻ്റെ പാഡ് വരേണ്ടത്. ഇത് മൊത്തത്തിൽ ഉരഞ്ഞ് തീർന്നതാണ്. ഇത് പുതിയതാണ്, ഇത് മൊത്തം ഉരഞ്ഞ് തീർന്നു. എന്തായാലും നമുക്കത് മാറ്റാണ്ട് ഓടിക്കൽ നടക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഡിസ്ക് പ്ലേറ്റുമേക്ക് കയറി പിടിക്കും. ഇത് കുറച്ചും കൂടി ഓടിക്കഴിഞ്ഞാൽ പ്ലേറ്റുമേക്ക് കയറി പിടിക്കും. അപ്പോൾ പിന്നെ ഡിസ്ക് പ്ലേറ്റും കൂടി മാറ്റാണ്ടൊരു സിറ്റുവേഷൻ വരും കേട്ടോ. അപ്പോൾ നമുക്ക് കൈയുടെ ബ്രേക്ക് പാഡ് മാറ്റിയിടാം. പാഡ് മാത്രം നമുക്ക് 1149 രൂപ. അപ്പോൾ ഞാൻ നിലവിൽ ബ്രേക്ക് പാഡ് തുടങ്ങി എഞ്ചിൻ ഓയിൽ, ഓയിൽ ഫിൽറ്റർ അതേപോലെ തന്നെ ജനറൽ സർവീസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ തരാം. അതേപോലെ തന്നെ ആക്സിലേറ്റർ കംപ്ലൈൻസ് നോക്കി നമുക്ക് തൽക്കാലം ഇങ്ങനെ നോർത്ത് നമുക്ക് ഒരു മഴയോട് കഴിഞ്ഞിട്ട് മാറ്റിയാലും മതി. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമുക്ക് അത്യാവശ്യം പ്ലേ ഉണ്ട് കേട്ടോ. അത് പ്ലേ കുറയുമ്പോഴാണ് നമുക്ക് ആ റേസിങ് കാണിക്കുക. അപ്പോൾ അത് കംപ്ലൈൻ്റ് ആയിട്ട് മാറ്റിയാൽ മതി. നമുക്ക് മഴയോട് കഴിഞ്ഞിട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു മഴക്കാലമാണ് കഴിഞ്ഞ് പോകുള്ളൂ. കാരണം മഴയത്താണ് കേബിള് ചെയിനൊക്കെ കംപ്ലൈൻറ്റ് വരാം. അപ്പോൾ ഞാനതിന് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. വർക്ക് ഏകദേശം നമുക്കൊരു 1 മണി 1:30 തീരുള്ളൂ. ഓക്കെ.